ഹായ് എവരി വൺ, വെൽക്കം ടു മഞ്ജൂസ് മാത്സ്. മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അംശബന്ധവും അനുപാതവും അഥവാ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺസെപ്റ്റും അതുപോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ എന്താണ് അംശബന്ധം അഥവാ റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്താണെന്നുള്ളത് നോക്കാം. ഒരേ യൂണിറ്റിലുള്ള രണ്ടോ അതിലധികമോ അളവുകളുടെ ബന്ധം സൂചിപ്പിക്കുന്നതിനാണ് അംശബന്ധം അഥവാ റേഷ്യോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അംശബന്ധം അഥവാ റേഷ്യോ എന്ന ആ ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരേ യൂണിറ്റിലുള്ള രണ്ടോ അതിലധികമോ അളവുകളുടെ ബന്ധം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, അതായത് അംശബന്ധം അഥവാ റേഷ്യോ എന്ന് പറയുന്ന കണക്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ A:B, അതായത് A:B, B:C എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യം നിങ്ങൾ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കറിയാം അംശബന്ധം അഥവാ റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു കാര്യം ഡിനോട്ട് ചെയ്യുന്നത് ഈസ്റ്റു എന്ന് പറയുന്ന ആ ഒരു ചിഹ്നം ഉപയോഗിച്ചിട്ടാണ്. ഈസ്റ്റു എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമായിരിക്കും. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അഥവാ കുറച്ച് കോൺസെപ്റ്റ്സ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചു ഒരേ യൂണിറ്റിലുള്ള രണ്ടോ അതിലധികമോ അളവുകളുടെ ബന്ധം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അംശബന്ധം എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും രണ്ട് വ്യക്തികളുടെ വയസ്സുകളുടെ അംശബന്ധം എന്ന് പറയുന്നത് 2:3 എന്ന അംശബന്ധത്തിലാണ്. അതുപോലെ തന്നെ രണ്ട് വ്യക്തികൾക്ക് കിട്ടിയ മാർക്കുകളുടെ അംശബന്ധം എന്ന് പറയുന്നത് 4:7 എന്ന അംശബന്ധത്തിലാണ്. അതുപോലെ തന്നെ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ, അതായത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അംശബന്ധം എന്ന് പറയുന്നത്, എണ്ണങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് നമുക്കിതേപോലെ തന്നെ 2:5 എന്നൊക്കെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ആൻസേഴ്സിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ കാണാം. അപ്പോൾ നമുക്ക് തരുവാണ് A:B എന്ന് പറയുന്ന അംശബന്ധം നമുക്ക് തരുവാണ്. ഇതെന്താണ് മീൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭിന്നസംഖ്യ ഫോം എന്ന് പറയുന്നത് A/B എന്നാണ് മീൻ ചെയ്യുന്നത്. അതായത് A:B എന്ന് പറയുന്നത് A/B എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ എയെ പൂർവ്വപദം അഥവാ ആൻറ്റിസിഡൻറ്റ് എന്നും എനെ പൂർവ്വപദം അഥവാ ആൻറ്റിസിഡൻറ്റ് എന്നും B എന്ന ആ പദത്തിനെ പരപദം അഥവാ കോൺസിക്വൻ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാന്നേ ഉള്ളൂ. എ എന്ന് പറയുന്നത് പൂർവ്വപദം അഥവാ ആൻറ്റിസിഡൻ്റ് എന്നും രണ്ടാമത്തെ പദമായ ബിയെ പരപദം അഥവാ കോൺസിക്വൻ്റ് എന്നും വിളിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ A:B:C എന്ന് പറയുന്ന ഒരു അംശബന്ധം തരുവാണെന്നുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന അംശബന്ധം എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആയിരിക്കും. അതായത് അതിലെ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് മുഴുവൻ ക്യാൻസൽ ചെയ്ത് കിട്ടുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആയിരിക്കും നമുക്ക് റേഷ്യോ ആയിട്ട് തരുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9:15:24, അതായത് 9, 15, 24 എന്ന സംഖ്യ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് അംശബന്ധത്തിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലായിരിക്കും അംശബന്ധം നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ സിംപ്ലസ്റ്റ് ഫോം ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സിനൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 9, 15, 24 നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 3 എന്ന് പറയുന്നത് ഈ 3 സംഖ്യകളിലെയും കോമൺ ഫാക്ടറാണ് അല്ലേ. അപ്പോൾ 3 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. അപ്പോൾ കിട്ടുന്ന അംശബന്ധം എന്ന് പറയുന്നത് 3:5:8 എന്ന അംശബന്ധമായിരിക്കും. ഇനി ഇതിനെ വീണ്ടും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു അംശബന്ധം എന്ന് പറയുമ്പോൾ അത് എല്ലായ്പ്പോഴും ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതായത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സംഖ്യകളെ അവയുടെ വൻ പൊതുഘടകം അഥവാ HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ നമുക്കറിയാം അല്ലേ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വിലകളാണ് അംശബന്ധമായിട്ട് എഴുതുന്നത്. അതുതന്നെയാണ് ഇവിടെയും പറഞ്ഞത്. അതായത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ കൊണ്ടാണ് നമ്മളിവിടെ ഡിവൈഡ് ചെയ്തത്. ഇവിടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അപ്പോൾ 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനി നമുക്കതിനെ വീണ്ടും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കാൻ പറ്റില്ല. ഇവിടെ വെച്ചിട്ട് അത് അവസാനിച്ചു അല്ലേ. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഈ സംഖ്യകളുടെ ഹയസ്റ്റ്
ഹയസ്റ്റ് കോമൺ ഫാക്ടർ അഥവാ HCF കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സംഖ്യകൾ തന്നിട്ട് അതിനെ അംശബന്ധത്തിലോട്ട് മാറ്റാനായിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ നേരെ തിരിച്ചാലോചിക്കുമ്പോഴെന്താണ് നമ്മൾ പറഞ്ഞു, ഹയസ്റ്റ് കോമൺ ഫാക്ടർ കൊണ്ട് ആ സംഖ്യകളെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അംശബന്ധം കിട്ടും അല്ലേ. അപ്പോൾ നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ തന്നിരിക്കുന്ന അംശബന്ധത്തിനെ അതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തായിരിക്കും? ഈ സംഖ്യകളായിരിക്കും കിട്ടുന്നത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അതായത് നമുക്ക് റേഷ്യോസ് തന്നിട്ടുണ്ട്, ആ റേഷ്യോസിനെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആ സംഖ്യകളായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് കാര്യത്തിലോട്ട് പോവാം. ഇനി നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് x/y/z. x/y/z എന്ന് പറയുന്നത് a/b/c ആയാൽ നമുക്ക് പറയാൻ പറ്റും x/a = y/b = z/c ആയിരിക്കും. അതായത് x/y/z a/b/c ആയാൽ നമുക്ക് എന്തെഴുതാൻ പറ്റും? x/a = y/b = z/c എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് a/b നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിപരീത അംശബന്ധം കാണാൻ പറഞ്ഞു തന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കാണാം? a/b എന്നതിൻ്റെ വിപരീത അംശബന്ധം അഥവാ ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയും, അഥവാ റിവേഴ്സ് റേഷ്യോ എന്നും പറയും, അല്ലെങ്കിൽ റെസിപ്രോക്കൽ റേഷ്യോ എന്നും പറയും. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ a/bയുടെ വിപരീത അംശബന്ധം എന്ന് പറയുന്നത് b/a എന്നാണ്. ഓക്കെ, ഇതെങ്ങനെ കിട്ടിയെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. a/b എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിപരീത അംശബന്ധം എന്ന് പറയുന്നത് 1/a = 1/b ആണ് വിപരീത അംശബന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1/a = 1/b എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ LCM എന്ന് പറയുന്നത് നമുക്കറിയാം AB ആണ് അല്ലേ. അപ്പോൾ AB താഴെ വരും, മുകളിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിൽ B വരും, താഴെ AB, മുകളിൽ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A എന്ന് വരും. അതായത് B/AB = A/AB എന്ന് കിട്ടും. ഇവിടെ താഴെ രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഛേദങ്ങൾ ഈക്വലാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? B/A എന്നാണ്. ഓക്കെ, അപ്പോൾ a/b തന്നിട്ട് അതിൻ്റെ വിപരീത അംശബന്ധം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ b/a കണ്ടാൽ മതി. ഇനി അതേപോലെ തന്നെ നമുക്ക് 3 സംഖ്യകളുടെ അംശബന്ധമാണ് തരുന്നതെങ്കിൽ നമുക്കതിൻ്റെ വിപരീത അംശബന്ധം എങ്ങനെയാണ് കാണുക എന്നുള്ളത് നോക്കാം. അതായത് a/b/c എന്ന് പറയുന്ന ഒരു അംശബന്ധം തന്നിരിക്കുകയാണ്. അതിൻ്റെ വിപരീത അംശബന്ധം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ BC/AC/AB ആണ്. ഓക്കെ, BC/AC/AB ആണ് വിപരീത അംശബന്ധം എന്ന് പറയുന്നത്. ഓക്കെ, a/b തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ കാണേണ്ടത് a²/b² ആണ്. അതായത് a/b തന്നിട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ a²/b² കണ്ടാൽ മതി. അതേ സിമിലർലി a/b തന്നിട്ട് അതിൻ്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ √a/√b കണ്ടാൽ മതി. സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ √a/√b കണ്ടാൽ മതി. ഇനി അതേപോലെ തന്നെ a/b നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ നമ്മളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ a³ കണ്ടാൽ മതി. a³ ആണ് അതിൻ്റെ ട്രിപ്ലിക്കേറ്റ്. a³ ആണ് അതിൻ്റെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. ഇനി അതേപോലെ തന്നെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ √a കണ്ടാൽ മതി √b കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. a/b തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ a²/b² കണ്ടാൽ മതി. അതിൻ്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ √a/√b കണ്ടാൽ മതി. അതുപോലെ തന്നെ അതിൻ്റെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ a³/b³ കണ്ടാൽ മതി. അതുപോലെ തന്നെ അതിൻ്റെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ √a/√b കണ്ടാൽ മതി. ഇനി എന്താണ് അനുപാതം എന്നത് നോക്കാം. അനുപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റേഷ്യോസ് ഈക്വൽ ആയി കഴിഞ്ഞാലാണ് അതിന് അനുപാതം എന്ന് പറയുന്നത്. നമ്മൾ റേഷ്യോ പഠിച്ചു അഥവാ അംശബന്ധം പഠിച്ചു. അപ്പോൾ 2 റേഷ്യോസ് തമ്മിൽ ഈക്വൽ ആയി കഴിഞ്ഞാൽ അഥവാ തുല്യമായി കഴിഞ്ഞാൽ അത് അനുപാതത്തിലാണെന്ന് പറയും. അതായത് ഇവിടെ നോക്കാം, a/b = c/d ആയാൽ a, b, c, d എന്നിവ അനുപാതത്തിലാണെന്ന് പറയാം.
ഓക്കെ, അതായത് A/B C/D ആയാൽ ABCD എന്നിവ അനുപാതത്തിലാണെന്ന് പറയാം. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാം. A/B C/D ആയാൽ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് A/B C/D എന്നാണ്. നമുക്കറിയാലോ A/B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A/B എന്ന് എഴുതാം. അതുപോലെ തന്നെ C/D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ മീൻ ചെയ്യുന്നത്? C/D എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്ത് എഴുതാൻ പറ്റും? AD BC എന്ന് എഴുതാൻ പറ്റും അല്ലേ? അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AD BC എന്ന് കിട്ടും. അതായത് രണ്ട് റേഷ്യോസ് തമ്മിൽ അനുപാതത്തിലാണ് എന്ന് തന്നു കഴിഞ്ഞാൽ നമുക്ക് AD BC എന്ന് എഴുതാൻ പറ്റും. ഇനി അനുപാതവുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് ABC എന്നിവ അനുപാതത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് A/B B/C എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അതിൽ ഈ B എന്ന് പറയുന്നത് ബിയെ മധ്യാനുപാതം അഥവാ മീൻ പ്രൊപ്പോർഷൻ എന്നാണ് പറയുന്നത്. മീൻ പ്രൊപ്പോർഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ബി എന്ന് പറയുന്നത് മീൻ പ്രൊപ്പോർഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ബി കാണാനുള്ള ഒരു ഫോർമുലയാണ് B √AC. അതായത് ABC എന്ന് പറയുന്നത് അനുപാതത്തിലാണ് എന്ന് തന്നു കഴിഞ്ഞാൽ A/B B/C എന്ന് എഴുതാൻ പറ്റും. അതിൽ B എന്നതിന് പറയുന്നതാണ് മീൻ പ്രൊപ്പോർഷൻ അഥവാ മധ്യാനുപാതം എന്ന് പറയും. അതിൽ B കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ √AC കണ്ടാൽ മതി. ഓക്കെ, A/B C/D ആയാൽ A+B ഡിവൈഡഡ് ബൈ A-B C+D/C-D ആയിരിക്കും. അപ്പോൾ ഈ ഒരു റൂൾ അറിയപ്പെടുന്നത് കോമ്പോണൻറ്റോ ഡിവിഡൻറ്റോ റൂൾ എന്നാണ് അറിയപ്പെടുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. A/B C/D ആണെങ്കിൽ നമുക്ക് A+B ഡിവൈഡഡ് ബൈ A-B C+D/C-D എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം 864 സെക്കൻഡും ഒരു ദിവസവും തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? നമുക്ക് റേഷ്യോ ആണ് കാണേണ്ടത്. 864 സെക്കൻഡും ഒരു ദിവസവും തമ്മിലുള്ള അംശബന്ധമാണ് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഒരു ദിവസം എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 24 മണിക്കൂറാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിനെ സെക്കൻഡിലോട്ട് മാറ്റണം. അപ്പോൾ സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? 24 × 60 × 60. ഓക്കെ, അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു ദിവസത്തിലുള്ള സെക്കൻഡിലോട്ട് മാറും. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആൻസർ എന്ന് പറയുന്നത് 864.00 എന്നാണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്കിതിൻ്റെ റേഷ്യോ ആണ് കാണേണ്ടത്. തന്നിരിക്കുന്നത് 864:00. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റേഷ്യോ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളസ്റ്റ് ഫോം ആയിരിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയണം. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 1:100 എന്ന ആൻസർ കിട്ടും. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ പഠിച്ച വിപരീത അനുപാതം അഥവാ റിവേഴ്സ് റേഷ്യോ എന്ന ആ ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. 3:4:5 എന്ന അംശബന്ധത്തിൻ്റെ വിപരീത അംശബന്ധം ചുവടെ കൊടുത്തവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു A/B/C എന്ന അംശബന്ധം നമുക്ക് തന്നിട്ട് അതിൻ്റെ വിപരീത അംശബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? നമുക്കറിയാം BC/CA/AB കണ്ടാൽ മതി അല്ലേ? ഇവിടെ A എന്ന് പറയുന്നത് 3 ആണ്, B എന്ന് പറയുന്നത് 4 ആണ്, C എന്ന് പറയുന്നത് 5 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താണ്? വിപരീത അംശബന്ധമാണ് കാണേണ്ടത്. എന്ത് കണ്ടാൽ മതി? BC/CA/AB കണ്ടാൽ മതി. ഇവിടെ A എന്ന് പറയുന്നത് 3 ആണ്, B എന്ന് പറയുന്നത് 4 ആണ്, C എന്ന് പറയുന്നത് 5 ആണ്. എല്ലാം റേഷ്യോയിലാണ് തന്നിരിക്കുന്നത് അല്ലേ? എല്ലാം റേഷ്യോയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ BC കാണുമ്പോൾ എത്ര കിട്ടും? B 4 ആണ്, C 5 ആണ്. 4 × 5 × 5 20 എന്ന് കിട്ടും. C എന്ന് പറയുമ്പോൾ 3 × 5 15
എ ബി എന്ന് പറയുന്നത് 3 × 4 12 അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇത് ഏറ്റവും സിമ്പിളസ്റ്റ് ഫോമാണ്. ഇതിൽ ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നുമില്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 20:15:12 ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 357:221 തുല്യമായ അംശബന്ധം ഏതാണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 357:221. ഓക്കെ, അപ്പോൾ ഇതിന് തുല്യമായ അംശബന്ധം കാണാനായിട്ട് നമുക്ക് ഇതിൽ കോമൺ ആയിട്ടുള്ള സംഖ്യകളുണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയണം അല്ലേ. നമുക്കറിയാം 357 എന്ന് പറയുന്നത് 21 × 17 ആണ്. ഓക്കെ, അതുപോലെ തന്നെ 221 എന്ന് പറയുന്നത് 13 × 17 ആണ്. അതായത് ഇതിൽ കോമൺ ആയിട്ട് 17 എന്ന് പറയുന്ന സംഖ്യയുണ്ട്. നമുക്കതിനെ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ കിട്ടുന്നത് 21:13 എന്നാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4800 രൂപ 2:3 എന്ന അംശബന്ധത്തിൽ ഗോപികയ്ക്കും ഗീതികയ്ക്കുമായി വീതിച്ചു നൽകിയാൽ ഗീതികയുടെ വിഹിതം എത്ര രൂപയായിരിക്കും എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ടോട്ടൽ എത്ര രൂപയുണ്ട്? 4800 രൂപയാണ് ടോട്ടലുള്ളത്. അവ 2:3 എന്ന അംശബന്ധത്തിലാണ് നമ്മൾ വീതിച്ചു നൽകുന്നത്. അതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഗീതികയുടെ വിഹിതമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഗോപികയുടെയാണ്, രണ്ടാമത്തെ ഗീതികയുടെയാണ്. അപ്പോൾ നമ്മൾ കാണേണ്ടത് എന്താണ്? റേഷ്യോ 2:3 തന്നിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ടോട്ടൽ എത്രയാണ്? 3 × 2 5 നമ്മൾ എടുക്കുകയാണ്. ടോട്ടൽ 5 ആണ്. അത് താഴെ എഴുതുന്നു. ഇനി നമുക്ക് കാണേണ്ടത് ഗീതികയുടെ വിഹിതമാണ്. ഇവിടെ ഗീതികയുടെ വിഹിതം എന്ന് പറയുന്നത് 3 ആണ്. മുകളിൽ 3 എഴുതുന്നു. ഇൻറ്റു ടോട്ടൽ എത്രയാണ്? 4800 ആണ്. ഓക്കെ, ഇത്രയും കണ്ടാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതിൽ ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്യുന്നു. 5 48 9 തവണ 5 6 30 0 0 6 3 18 ബാലൻസ് 1 3 27 1 28 2880 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 സംഖ്യകൾ 2:3:7 എന്ന അംശബന്ധത്തിലാണ്. അവയുടെ വർഗ്ഗങ്ങളുടെ തുക 38,750 ആണെങ്കിൽ വലിയ സംഖ്യ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 സംഖ്യകളുടെ അംശബന്ധം നമുക്ക് തന്നിട്ടുണ്ട് 2:3:7. ഇനി അവയുടെ വർഗ്ഗങ്ങളുടെ തുക നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിലെ വലിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് 2:3:7 എന്നാണ് തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നത് എന്താണ്? ഒരു റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സംഖ്യകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2x 3x 7x ആയിരിക്കും ഈ സംഖ്യകൾ എന്ന് പറയുന്നത്. അതായത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു റേഷ്യോ കിട്ടിയത്. അതായത് ആ കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ആ സംഖ്യകൾ എന്ന് പറയുന്നത് 2x 3x 7x എന്നായിട്ട് കിട്ടും. ഓക്കെ, ഇത് തന്നിരിക്കുന്ന അവയുടെ വർഗ്ഗങ്ങളുടെ തുക ഇതാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വർഗ്ഗങ്ങൾ കാണണം. വർഗ്ഗങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ വർഗ്ഗം 2x² പ്ലസ് രണ്ടാമത്തെ 3x², നാലാമത്തെ നെക്സ്റ്റ് 7x² ഇസ് ഈക്വൽ ടു 38,750. ഇനി ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 4x² പ്ലസ് 9x² പ്ലസ് 49x² ഇസ് ഈക്വൽ ടു ഈ സംഖ്യ കിട്ടും. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 62x² എന്നാണ്. ഇസ് ഈക്വൽ ടു 38,750. അപ്പോൾ x² എന്ന് പറയുന്നത് 38,750 ഡിവൈഡഡ് ബൈ 62. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോവും. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 625 എന്നാണ്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വില എന്ന് പറയുന്നത് എത്രയായിരിക്കും? 25 ആണ്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വില നമുക്ക് 25 എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വലിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ തന്നിട്ടുള്ള റേഷ്യോയിൽ വലിയ സംഖ്യ ഏതാണ്? 7x ആണ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 7 × 25 ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 175 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A:B is equal to 1:3, B:C is equal to
2:5 ആയാൽ A:B:C എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 2-3 മെത്തേഡിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ മെത്തേഡ് നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിൽ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ളത് ഏതാണോ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് A:B യും B:C യും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുവാണ്, നമുക്ക് A:B:C കാണണം. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്ത് എഴുതുക. 1:3, ഇതിൻ്റെ താഴെ 2:5 ഇങ്ങനെ എഴുതുന്നു. ഓക്കെ, എന്നിട്ട് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 × 2 ചെയ്യുമ്പോൾ 2 കിട്ടും, 3 × 2 ചെയ്യുമ്പോൾ 6 കിട്ടും, 3 × 5 ചെയ്യുമ്പോൾ 15 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2:6:15 എന്നാണ് A:B:C. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി നെക്സ്റ്റ് മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫിഗർ വരച്ചിട്ട് ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. ജസ്റ്റ് ഒരു ബോക്സ് വരയ്ക്കുക. നമുക്ക് തന്നിട്ടുള്ളത് A:B യും B:C ആണ്. നമുക്ക് A:B:C ആണ് കാണേണ്ടത്. അപ്പോൾ അതിന് A എഴുതുന്നു, B എഴുതുന്നു, C എഴുതുന്നു. ഓക്കെ, തന്നിട്ടുള്ള റേഷ്യോസ് മുഴുവൻ എഴുതാണ്. A:B 1:3 ആണ്. അപ്പോൾ 1, 3 എഴുതി. അപ്പോൾ ഇവിടെ ഈ കോളത്തിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്, ഈ 3 തന്നെ ഇവിടെ എഴുതുന്നു. അതിന് ശേഷം B:C തന്നിട്ടുണ്ട്. B:C 2:5 ആണ്. അപ്പോൾ ഈ സൈഡിലത്തെ കോളത്തിൽ ഇതേ 2 തന്നെ എടുത്ത് എഴുതുന്നു. ഓക്കെ, ഇനി നമ്മളൊന്നുമില്ല, താഴോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 × 2 ചെയ്യുമ്പോൾ 2 കിട്ടും. നെക്സ്റ്റ് 3 × 2 ചെയ്യുമ്പോൾ 6 കിട്ടും. നെക്സ്റ്റ് 3 × 5 ചെയ്യുമ്പോൾ 15 കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെത്തേഡ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതേപോലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് തന്നിരിക്കുന്നത്. A:B = 2:3, B:C = 4:5, C:D = 1:6 ആയാൽ A:B C:D എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മെത്തേഡ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ചെയ്തു വരുമ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ ബോക്സ് വരച്ച് ജസ്റ്റ് ഒന്ന് ചെയ്യാന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ A:B എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആകെ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ തന്നിരിക്കുന്നത് റേഷ്യോസ് നോക്കുമ്പോൾ കാണാനുള്ളത് A:B C:D എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ കോളം നമ്മൾ വരച്ചു. A:B 2:3 ആണ് തന്നിട്ടുണ്ട്. 2, 3 എഴുതി. നെക്സ്റ്റ് കോളത്തിൽ നമുക്ക് അറിയില്ല, അതുകൊണ്ട് ആ 3 അതേപോലെ എടുത്തെഴുതി. ഇനി നെക്സ്റ്റ് തന്നിട്ടുള്ളത് B:C ആണ്. 4:5. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കോളത്തിൽ ആ 4 എടുത്തെഴുതി, ഇവിടുത്തെ കോളത്തിൽ അതേ 5 എടുത്തെഴുതി. ഇനി നെക്സ്റ്റ് തന്നിരിക്കുന്നത് C:D 1:6 ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പുറത്തെ കോളത്തിൽ അതേ 1 എടുത്തെഴുതി, അതേപോലെ തന്നെ 1 ഇപ്പുറത്തോട്ട് എഴുതി. ഇനി ഒന്നുമില്ല, നേരെ താഴത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 4 × 1 എന്ന് പറയുന്നത് 8 ആണ്. 3 × 4 × 1 എന്ന് പറയുന്നത് 4 3 12. അടുത്തത് 5 × 3 എന്ന് പറയുന്നത് 15. നെക്സ്റ്റ് 3 × 5 × 6 30 × 3 90. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 8:12:15:90. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വിദ്യാലയത്തിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണത്തിൻ്റെ അംശബന്ധം 5:6 ആണ്. ഈ വിദ്യാലയത്തിലെ ആകെ കുട്ടികളുടെ എണ്ണമാകാൻ സാധ്യതയുള്ളത് ചുവടെ കൊടുത്തതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് 5:6 ആണ്. നമുക്ക് ഈ വിദ്യാലയത്തിലെ ആകെ കുട്ടികളുടെ എണ്ണമാകാൻ സാധ്യതയുള്ള സംഖ്യയാണ് കാണേണ്ടത്. തന്നിരിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് 5:6 ആണ്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ സംഖ്യകളായി തന്നെ എന്തായിരിക്കും? 5x-ഉം 6x-ഉം ആയിരിക്കും സംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കാണുമ്പോൾ 5x + 6x = 11x എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ആ ക്ലാസ്സിലുള്ള ആകെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇനി ഓരോ ഓപ്ഷൻസും നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് കിട്ടി ടോട്ടൽ എന്ന് പറയുന്നത് 11x ആണ്. അതായത് ഇതെന്താണ് മീൻ ചെയ്യുന്നത്? 11ൻ്റെ മൾട്ടിപ്പിൾ ആണ് എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കുമ്പോൾ ഏത് സംഖ്യയാണോ 11ൻ്റെ മൾട്ടിപ്പിൾ എന്ന് മാത്രം നമുക്ക് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളൊക്കെ പഠിച്ചപ്പോൾ നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്, ഓരോ സംഖ്യകളുടെയും ഡിവിഷൻ റൂള് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യുന്നത്?
തന്നിട്ടുള്ള സംഖ്യയുടെ ഓരോ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സംഖ്യകൾ തമ്മിൽ ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് അത് മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമുക്കിവിടെ ചെക്ക് ചെയ്യാം. 6767 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ 6ഉം 6ഉം 7ഉം 7ഉം ആഡ് ചെയ്യുമ്പോൾ 6ഉം 6ഉം 12, 7ഉം 14. അപ്പോൾ രണ്ടും കൂടിയിട്ട് മൈനസ് ചെയ്യുമ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 2ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. നെക്സ്റ്റ് എടുക്കുമ്പോൾ 2816. അപ്പോൾ ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് സംഖ്യകൾ എന്ന് പറയുമ്പോൾ 2ഉം 1ഉം 8ഉം 6ഉം. 2 1 3ആണ്, 8ഉം 6ഉം 14. അപ്പോൾ 14ൽ നിന്നും 3 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 11ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 11ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സംഖ്യ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അതുപോലെ തന്നെ നെക്സ്റ്റും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. 57 08ആണ്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് സംഖ്യ എന്ന് പറയുന്നത് 5 + 0 5 മൈനസ് 8ഉം 7ഉം 15. 10ആണ് കിട്ടുന്നത്. 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അതുപോലെ തന്നെ ഓപ്ഷൻ ഡിയും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ട് സംഖ്യകളുടെ അംശബന്ധം 4:3ഉം അവയുടെ ചെറു പൊതുഗുണിതം അഥവാ LCM 72ഉം ആയാൽ സംഖ്യകളുടെ തുക എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് സംഖ്യകളുടെ അംശബന്ധം 4:3 തന്നിട്ടുണ്ട്. അപ്പോൾ സംഖ്യകൾ എന്തായിരിക്കും? 4xഉം 3x ആയിരിക്കും സംഖ്യകൾ. അവയുടെ LCM 72 തന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ LCM ആണ് തന്നിരിക്കുന്നത്. LCM ജസ്റ്റ് കാണുമ്പോൾ x ആണ് ഇതിൽ കോമൺ ആയിട്ട് പോകുന്നത് അല്ലേ? അപ്പോൾ 4 കിട്ടും, 3 കിട്ടും. അപ്പോൾ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് എന്താണ്? ഇതെല്ലാം കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? അപ്പോൾ x × 4 × 3 ചെയ്യുമ്പോൾ 12x LCM ആയിട്ട് കിട്ടും. നമുക്ക് LCM 72 തന്നിട്ടുണ്ട്. അതായത് 12x = 72 എന്ന് കിട്ടും. എക്സിൻ്റെ വില നമുക്ക് കിട്ടും 72 / 12 = 6 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വില നമുക്ക് 6 എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സംഖ്യകളുടെ തുക എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? 4x 3x ആണ് സംഖ്യ. അപ്പോൾ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 4x 3x തമ്മിൽ ആഡ് ചെയ്യുന്നു. 7x ആണ് തുക എന്ന് കിട്ടുന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 6 എന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 7 × 6 6 7 42. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേറെ മെത്തേഡിലും ചെയ്യാവുന്നതാണ്. ഒന്ന് നമ്മൾ LCM നമ്മൾ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്തത്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് LCM തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ സംഖ്യ കാണാനായിട്ട് LCM / ഈ തന്നിരിക്കുന്ന അംശബന്ധത്തിലെ വലിയ സംഖ്യ ചെയ്താൽ മതി. അതായത് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ചെറിയ സംഖ്യയാണ് കാണാൻ പറഞ്ഞതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? LCM തന്നിരിക്കുന്ന LCM / വലിയ സംഖ്യ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയ സംഖ്യ കിട്ടും. അതേപോലെ തന്നെ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് വലിയ സംഖ്യയാണെന്നുണ്ടെങ്കിൽ LCM / ചെറിയ സംഖ്യ ചെയ്താൽ മതി. ഓക്കെ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. വലിയ സംഖ്യ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ LCM / ചെറിയ സംഖ്യ ചെയ്താൽ മതി. ചെറിയ സംഖ്യ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ LCM / വലിയ സംഖ്യ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ട് സംഖ്യകളുടെ അംശബന്ധം 8:9ഉം വൻ പൊതുഘടകം അഥവാ HCF 13 ആയാൽ വലിയ സംഖ്യ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിൽ നിന്നും എന്താണ് ഡിഫറൻസ് ആയിട്ടുള്ളത്? നേരത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് LCM ആണ്, എന്നാൽ ഇവിടെ തന്നിരിക്കുന്നത് HCF ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യുക? രണ്ട് മെത്തേഡിൽ അതേപോലെ തന്നെ ചെയ്യാം. ബന്ധം 8:9 ആണ് അല്ലേ? അപ്പോൾ സംഖ്യകൾ എന്തായിരിക്കും? 8x 9x ആയിരിക്കും. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് HCF ആണ്. HCF 13 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സംഖ്യകളുടെയും HCF കാണാം 8x 9x. ഇതിൻ്റെ HCF കാണുമ്പോൾ x കൊണ്ട് പോകും 8 9 തവണ. അപ്പോൾ ഇതിൻ്റെ HCF എന്ന് പറയുന്നത് x ആണ്. x എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 13 ആണ്. ഓക്കെ, ഇനി ഇതിൽ വലിയ സംഖ്യയാണ് കാണേണ്ടത്. വലിയ സംഖ്യ ഏതാണ്? 9 ആണ്. 9x ആണ്. എക്സിൻ്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 9 × 13 = 9 × 3 27, 9 2 11. ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി ഇതേ പ്രോബ്ലം നമുക്ക് മറ്റൊരു മെത്തേഡിലും കൂടി നമുക്ക് ചെയ്യാം. നമ്മൾ LCMത്തിൻ്റെ കാര്യത്തിൽ പഠിച്ചു. ചെറിയ സംഖ്യ കാണാനായിട്ട് LCM / വലിയ സംഖ്യയും വലിയ സംഖ്യ കാണാനായിട്ട് LCM / ചെറിയ സംഖ്യയും കണ്ടാൽ മതി. എന്നാൽ ഇവിടെ HCF തന്നതുകൊണ്ട് HCF കാണാനായിട്ട്
നമുക്ക് വലിയ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ HCF ഇൻറ്റു ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്. HCF ഇൻറ്റു വലിയ സംഖ്യ കണ്ടാൽ മതി. അതായത് വലിയ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ HCF ഇൻറ്റു അംശബന്ധത്തിലെ വലിയ സംഖ്യ ചെയ്താൽ മതി. ചെറിയ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ HCF ഇൻറ്റു അംശബന്ധത്തിലെ ചെറിയ സംഖ്യ ചെയ്താൽ മതി. ഓക്കെ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. HCF ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് വലിയ സംഖ്യ കാണാനായിട്ട് HCFനെ വലിയ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ചെറിയ സംഖ്യയാണ് കാണാൻ പറഞ്ഞിരുന്നെങ്കിൽ HCFനെ ചെറിയ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് വലിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വലിയ സംഖ്യ കാണാനായിട്ട് എന്താണ് HCF ഇൻറ്റു വലിയ സംഖ്യ ചെയ്താൽ മതി അല്ലേ. ഇസ് ഈക്വൽ ടു HCF 13 ഇൻറ്റു വലിയ സംഖ്യ ഇവിടെ എത്രയാണ് 9 അല്ലേ. 9 ഇസ് ഈക്വൽ ടു നമുക്ക് 117 എന്ന ആൻസർ കിട്ടും. അതുപോലെ തന്നെ ചെറിയ സംഖ്യയാണ് ചോദിച്ചിരുന്നെങ്കിൽ HCF ഇൻറ്റു ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഇവിടെ 8 അപ്പോൾ 13 ഇൻറ്റു 8 കാണുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയുടെ 10% ബിയുടെ 7% തുല്യമായാൽ A/B എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എയുടെ 10% A/100 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു ബിയുടെ 7% B ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 100. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ A/B ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതിൽ 100 100 ക്യാൻസൽ ചെയ്യാം അല്ലേ. അപ്പോൾ 10A ഇസ് ഈക്വൽ ടു 7B എന്ന് കിട്ടും. A ഡിവൈഡഡ് ബൈ B എന്ന് കാണുമ്പോൾ 7/10 എന്ന് കിട്ടും. ഈ A/B എന്നുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് A/B ആണ് അല്ലേ. A/B ആണ് A/B ഇസ് ഈക്വൽ ടു 7:10 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സിൻ്റെ 2% വൈയുടെ 3% സെഡിൻ്റെ 5% തുല്യമായാൽ Z/Y/X ആണ് കാണേണ്ടത്. അപ്പോൾ എക്സിൻ്റെ 2% എന്ന് പറയുമ്പോൾ X ഇൻറ്റു 2/100 ഇസ് ഈക്വൽ ടു വൈയുടെ 3% എന്ന് പറയുമ്പോൾ Y ഇൻറ്റു 3/100 ഇസ് ഈക്വൽ ടു സെഡ് ഇൻറ്റു സെഡിൻ്റെ 5% Z ഇൻറ്റു 5/100. ഇനി ഇതിൽ 100കൾ തമ്മിൽ ക്യാൻസൽ ചെയ്യാം അല്ലേ. അപ്പോൾ 2x ഇസ് ഈക്വൽ ടു 3y ഇസ് ഈക്വൽ ടു 5z എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഈസി ആയിട്ടുള്ള മെത്തേഡ് ആദ്യം തന്നെ പറഞ്ഞു തരാം. ഇതിൽ നിന്നും XYZ കിട്ടണം. അപ്പോൾ X കാണാനായിട്ട് X ഇസ് ഈക്വൽ ടു ഈ Xൻ്റെ ഭാഗം ഒഴിച്ച് നിർത്തിയിട്ട് ഈ രണ്ട് കോയിഫിഷ്യൻ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 × 5 ആയിരിക്കും X എന്ന് പറയുന്നത്. നെക്സ്റ്റ് Y ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ. Y കാണാനായിട്ട് Yയുടെ കോയിഫിഷ്യൻ്റ് മാറ്റി നിർത്തിയിട്ട് സെഡിൻ്റെയും എക്സിൻ്റെയും കോയിഫിഷ്യൻ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 5 10 എന്ന് കിട്ടും. അതേപോലെ തന്നെ സെഡിൻ്റെ കാണാനായിട്ട് സെഡിൻ്റെ മാറ്റി നിർത്തിയിട്ട് എക്സിൻ്റെയും വൈൻ്റെയും കോയിഫിഷ്യൻ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × 3 ഇസ് ഈക്വൽ ടു 6. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താണ് Z/Y/X ആണ് കാണേണ്ടത്. Z/Y/X ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ Z എന്ന് പറയുന്നത് എത്രയാണ് 6 Y എന്ന് പറയുന്നത് 10 X എന്ന് പറയുന്നത് 15. ഓക്കെ, അപ്പോൾ കിട്ടിയ റേഷ്യോ എന്ന് പറയുന്നത് 6:10:15 ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പഠിച്ചു. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് X/Y/Z ഒക്കെ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്യുക. അതായത് 2x ഇസ് ഈക്വൽ ടു 3y ആണെങ്കിൽ ഇവിടെ നിന്നും x ഡിവൈഡഡ് ബൈ y എന്ന് പറയുന്നത് 3/2 എന്ന് കിട്ടും. അതായത് X/Y എന്ന് പറയുന്നത് 3:2 എന്ന് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് Y/Z കാണാൻ പറ്റും. സിമിലർലി നമുക്ക് X/Z കാണാൻ പറ്റും. അങ്ങനെ ആ റേഷ്യോസ് കിട്ടിയിട്ട് നമുക്ക് അതിൽ നിന്നും X/Y/Z നമുക്ക് ആ ബോക്സ് വെച്ചിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയും ചെയ്യാം. പക്ഷേ ടൈം ഒരുപാട് പോകും. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി, പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 4, 7, 8 X എന്നിവ അനുപാതത്തിലായാൽ Xൻ്റെ വിലയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അനുപാതത്തിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത് നമുക്കറിയാം. ABCD അനുപാതത്തിലായാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത് A/B is equal to C/D ആണ്. അതേപോലെ തന്നെ 4, 7, 8 X അനുപാതത്തിലായാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും 4:7
8:x. അതായത് 4/7 8/x. അപ്പോൾ എക്സിൻ്റെ വില കാണാമല്ലോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. 4x 8×56, x 56 ഡിവൈഡഡ് ബൈ 4, 14 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4, 12 എന്നിവയുടെ മൂന്നാം അനുപാതം എത്രയായിരിക്കും? മൂന്നാമത്തെ അനുപാതമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ അനുപാതം കാണാനായിട്ട് 4, 12, x എന്നിവ അനുപാതത്തിലാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4:12 12:x എന്ന് എഴുതാൻ പറ്റും അല്ലേ. ABC എന്ന് പറയുന്നത് അനുപാതത്തിലാണെങ്കിൽ A:B B:C എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് 4:12 12:x എന്ന് എഴുതാൻ പറ്റും. ഇനി ഇതിൽ നിന്നും എക്സിൻ്റെ വില കാണാമല്ലോ. 4/12 12/x ആണ്. 4x 12 × 12. x എന്ന് പറയുന്നത് 4 അപ്പുറത്തോട്ട് പോവും. x എന്ന് പറയുന്നത് എന്ത് കിട്ടും? x 12 × 12 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ 12-ൽ 4 പോകുമ്പോൾ 3 തവണ 3 × 12 6 3 36 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.